ഇതിലും നാണം കെട്ടൊരു വാർത്ത ഇനി കേരളത്തിൽ നിന്ന് കേൾക്കാനില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്പോർട്സ് കിറ്റുകൾ ആർക്കും കൊടുക്കാതെ എന്തിനാ പൂഴ്ത്തി വെച്ചത് എന്ന ചോദ്യത്തിന് കേരള സ്പോർട്സ് കൗൺസിൽ വ്യക്തമായിട്ടുള്ള മറുപടി നൽകി. ജബ ജബ ജബ. മനസ്സിലായില്ലേ? ധനകാര്യ വകുപ്പിന്റെ ഓഡിറ്റിങ്ങിലാണ് കോടിക്കണക്കിന് വരുന്ന ഈ കിറ്റുകൾ അത്ലറ്റുകൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവണം. അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ലക്ഷങ്ങളുടെ ഐറ്റംസ് ചെതൽ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് സേഫ് ആയിട്ട് കവറൊന്നും പൊട്ടിക്കാതെ അവിടെ ഗോഡൌണിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതവിടെ ഇങ്ങനെ കിടന്ന് വിരിഞ്ഞ് 1000 ട്രാക്ക് പാൻ ഉള്ളത് 3000 ആയി, 30,000 ആയി. അങ്ങനെ ട്രഷറിക്ക് ഒരു ലാഭം ഉണ്ടാക്കി കൊടുക്കാന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തായിരിക്കും. പക്ഷെ ഒന്നും വിരിഞ്ഞില്ല. അതവിടെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് കോമ്പറ്റീഷൻസിന് നമ്മളെ കേരളത്തിലുള്ള കുട്ടികൾ സ്പൈക്ക് ഇല്ലാതെ ഓടുന്നതും ബാക്കിയുള്ള ഷൂസ് ഇല്ല, ട്രാക്ക് പാൻറ് ഇല്ല, ഒരു ജേഴ്സി വെച്ചൊക്കെ മൾട്ടി ഡേയ്സ് കോമ്പറ്റീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത അവസ്ഥ ഉണ്ട് അവർക്ക്. അറ്റ്ലീസ്റ്റ് സ്കൂളിലും കോളേജിലും സ്റ്റോർ റൂമെങ്കിലും ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ള ആരെങ്കിലും കേരള സ്പോർട്സ് കൗൺസിൽ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നാണം കെട്ട വാർത്തകൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു.